നമസ്കാരം. ഇന്നൊരു FB പോസ്റ്റ് വായിച്ചുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് കിടക്കാം. അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണന്റെ പോസ്റ്റാണ്. എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. MDMA കേസിൽ പ്രതികളായ അധ്യാപകർ എന്ന പേരിൽ എന്റെയും സുഹൃത്തുക്കളുടെയും വീഡിയോ പ്രചരിപ്പിച്ച BJP നേതാവ് ശശികലയടക്കം 16 പേർക്കെതിരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ BJP നേതാവ് ശശികലയ്ക്കും കോൺഗ്രസ് BJP സൈബർ പോരാളികൾക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു. പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തി സെക്ഷൻ 192 BNS പ്രകാരം പരസ്പരം രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനും അപമാനിക്കാൻ ശ്രമിച്ചതിനുമാണ് കേസ്. നിയമ നടപടികൾ തുടരും എന്നാണ് അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഈ ശശികല FB-യിലിട്ട പോസ്റ്റ് എന്താണെന്ന് കൂടി ഞാനൊന്ന് വായിക്കാം കേട്ടോ. ഇങ്ങനെയാണ് ശശികല പറഞ്ഞിട്ടുള്ളത്. വടകര MDMA സഖാർത്ഥികളുടെ നവോത്ഥാന വിപ്ലവഗാനം കേട്ട് രോമാഞ്ച കുഞ്ചിതയായി, ചെവിയിലൊഴിച്ച ഈയമൊക്കെ ഹൗ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു പരാതി കൊടുത്ത് കേസെടുത്തോടുകൂടി തന്നെ ശശികല ഈ പോസ്റ്റ് നൈസായിട്ട് മുക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും മുക്കിയത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല ശശികല എന്നാണ് മനീഷ രാധാകൃഷ്ണൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇവരെന്ത് സ്ത്രീയാണെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഒരു പറ്റം സ്ത്രീകളെ, അത് എന്തിന്റെ പേരിലും ആയിക്കോട്ടെ, എന്ത് രാഷ്ട്രീയത്തിന്റെ പേരിലും ആകട്ടെ, അവരെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ അങ്ങ് അവതരിപ്പിച്ച് അവർക്ക് കുടുംബമുണ്ട് എന്ന് പോലും നോക്കുന്നില്ല. അവരെ ഒരു വിഭാഗത്തിന്റെ ഇടയിലേക്ക് അവരെ സൈബർ ആക്രമണം നടത്താൻ വേണ്ടി അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ഈ ശശികല എന്ന് പറയുന്ന വിഷജന്തു എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ. ഇതിനെ മനുഷ്യ സ്ത്രീ എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു മനുഷ്യ രൂപം പൂണ്ട ഒരു ജാതി മാലിന്യം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഒരു മനുഷ്യർക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മനീഷ രാധാകൃഷ്ണൻ DYFIയുടെ നമുക്കറിയാമല്ലോ, ഈ എറണാകുളം ജില്ലയിലെ നേതാവാണ്. വിടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരം വിഷപ്പാമ്പുകളെ എന്ന്. എന്തായാലും അവർ അതിശക്തമായി തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എന്താണ് ഈ മനീഷ രാധാകൃഷ്ണനോടും DYFIയോടും ഒക്കെ ഈ ശശികലയ്ക്ക് ഇത്രയധികം ദേഷ്യം തോന്നാനുള്ള കാരണം? കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മട്ടാഞ്ചേരി പോലീസ് ഈ DYFI നേതാക്കൾക്കെതിരെ ഒരു കേസ് എടുത്തിരുന്നു. എന്തിന്റെ പേരിലാണ്? അതായത് ജന്തർ മന്ദിറിൽ CJP ഒരു സമരം നടത്തിയിരുന്നല്ലോ. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം നടത്തിയിരുന്നല്ലോ. അപ്പൊ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വേടന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു, ഒരു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. അപ്പോ ആ സദസ്സ് അങ്ങ് സംഘടിപ്പിച്ചപ്പോ അത് നമ്മുടെ ഈ പാമ്പുകൾക്കൊക്കെ വല്ലാതെ നോന്നു. ശേഷം മട്ടാഞ്ചേരി പോലീസ് വേടനടക്കമുള്ള ഈ DYFI നേതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ രജിസ്റ്റർ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിച്ചത്? അതായത് വലിയ വിഭാഗം ജനങ്ങളുടെ ഒരു പിന്തുണ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വേടനും ഈ മനീഷയ്ക്ക് ഇവർക്കൊക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. എന്തിന്റെ പേരിലാണ് ആ കുട്ടികൾക്കെതിരെ കേസെടുത്തതെന്ന് ചോദിച്ച് പൊതുസമൂഹം ചോദിക്കാനിടയായി. അതായത് CJP സമരത്തിൽ ഒന്ന് പങ്കെടുക്കുകയോ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പോ ഉയർന്നു വന്ന ആക്ഷേപം ഇങ്ങനെയായിരുന്നു. ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു കേസ് VD സതീശന്റെ സർക്കാർ എടുത്തത്? രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ കേസെടുക്കുമ്പോൾ ആരെയാണ് അത് സന്തോഷിപ്പിക്കുന്നത്? BJPയും RSSനെയുമാണ്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം വേറൊരു സംഭവം കൂടി നടക്കുകയാണ്. ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന മറ്റൊരു വിഷജന്തു ഉണ്ടല്ലോ. ആ ജന്തു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്, നമുക്കറിയാമല്ലോ, വ്യക്തമായി പറഞ്ഞാൽ 10-12 ദിവസം മുമ്പ് ഈ സമരം കനക്കുന്ന സമയത്ത് ഇയാളൊരു വീഡിയോ ചെയ്യുകയാണ്. ആ വീഡിയോയിൽ അയാൾ എന്താണ് പറയുന്നത്? ആ വീഡിയോയിൽ അയാൾ പറയുകയാണ്, ഈ സമരം ചെയ്ത ആളുകളെയൊക്കെ ഞാനായിരുന്നുവെങ്കിൽ, ഈ കുട്ടികളെ ഞാനായിരുന്നുവെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു, എന്നിട്ട് വെടിവെച്ച് കൊന്ന ശേഷം ഇവരുടെയൊക്കെ ശവം ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നു എന്നാണ് ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന ഈ വിഷ പാമ്പ് പറഞ്ഞത്. ആ വിദ്വേഷ പരാമർശത്തിനെതിരെ വലിയ രീതിയിൽ തന്നെ ശബ്ദങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. മാത്രമല്ല ആ വീഡിയോയിൽ അയാൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണത്രേ, യുവതികളാണത്രേ, പെൺകുട്ടികളാണത്രേ ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നത്. എന്നാൽ വളരെ മോശമായിട്ടുള്ള അശ്ലീല പരാമർശം കൂടി ഇയാൾ നടത്തി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അറഞ്ചും പുറഞ്ചും വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയാണ് TG മോഹൻദാസ്. അപ്പൊ TG മോഹൻദാസിനെതിരെ കേസെടുക്കുമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നു. എപ്പോഴാണ് കേസെടുക്കുന്നത്? SFI ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി കൊടുത്തു. ശേഷം വന്നിട്ടും കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. അവസാനം യൂത്ത് കോൺഗ്രസ് ചോദിക്കുകയാണ്, ഈ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചവർക്കെതിരെ കേസെടുക്കാൻ പ്രശ്നമില്ലല്ലോ, പിന്നെ എന്താണ് ഈ പറയുന്നത് പോലെ ഈ TG മോഹൻദാസിനെതിരെ കേസെടുത്താൽ കുഴപ്പമെന്ന് ചോദിക്കുമ്പോഴാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നത്. മാത്രവുമല്ല, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെയും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? കേസെടുത്ത ശേഷം ഈ ശശികലയോ അല്ലെങ്കിൽ ഈ പറയുന്ന TG മോഹൻദാസിനെയോ ഒക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? കേസെടുത്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ എന്താണ് പാട്? ഇത്രയും ദിവസമായല്ലോ TG മോഹൻദാസിനെതിരെ കേസെടുത്തിട്ട്. എന്നിട്ട് ഈ പറയുന്ന TG മോഹൻദാസിനെ ഏതെങ്കിലും ഒരു പോലീസ് ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തോ? അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏതെങ്കിലും മാധ്യമങ്ങൾ TG മോഹൻദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്തിച്ചർച്ചകൾ സംഘടിപ്പിച്ചോ? ഇല്ല. വളരെ മോശമായിട്ടുള്ള വിദ്വേഷ പരാമർശം നടത്തിയ ഒരു വിഷപ്പാമ്പ് ഇപ്പോഴും അദ്ദേഹം യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലെന്നും
തന്നെ ആരും ഒരു രീതിയിലും വന്ന് ഈ ഈ ഈ ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കില്ല എന്നുള്ള ഒരു അഹങ്കാരം അയാൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ സർക്കാരിൽ നിന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ ഇങ്ങനെ വന്ന് ഇതുപോലെ വീഡിയോകൾ ചെയ്യുമോ? അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമോ? ഇല്ല ഇല്ല. ഇത് LDFന്റെ ഭരണകാലത്താണെന്ന് വിചാരിക്കുക ഇങ്ങനെ ഒരു വിദ്വേഷ പരാമർശം നടത്തിയത്. എന്താകുമായിരുന്നു അവസ്ഥ? പിണറായി വിജയന്റെ പോലീസ് വിത്തിൻ സെക്കൻഡ് പിടിച്ച് അകത്തിടുമായിരുന്നു. അതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമല്ലേ ഈ പറയുന്ന ഷാജൻ സ്കറിയ. ഷാജൻ സ്കറിയൊക്കെ UDF ഭരിക്കുമ്പോൾ പലപ്പോഴും അറിയാമല്ലോ അതിന്റെയൊക്കെ തണലിൽ ഇരുന്ന് BJPക്ക് വേണ്ടി വലിയ രീതിയിൽ പണിയെടുത്തിട്ടുള്ള വ്യക്തിയാണ്. പല രീതിയിലുള്ള പരാമർശങ്ങൾ, പല സ്ത്രീ അധിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുള്ള, വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ഷാജൻ സ്കറിയ. ഷാജൻ സ്കറിയ എപ്പോഴെങ്കിലും UDFന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. പക്ഷേ ഷാജൻ സ്കറിയ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ? പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ഷാജൻ സ്കറിയനെയൊക്കെ കാണുന്നുണ്ട്. എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ ഒപ്പം ക്ലിഫ് ഹൗസിൽ ചർച്ചയ്ക്ക് പോവുകയാണ് ഈ ഈ പറയുന്ന മറുനാടൻ ഷാജൻ. ശേഷം ഫോട്ടോ എടുക്കുന്നു, ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇപ്പൊ ഈ മനീഷ കൊടുത്തിട്ടുള്ള കേസിലെ പ്രതിയായിട്ടുള്ള ഈ ശശികല പോലും ഈ പറയുന്ന VD സതീഷിനൊപ്പം നിന്ന് ചിത്രമെടുത്ത് FB-യിൽ ഇട്ടിട്ടുള്ള കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അങ്ങനെ നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെ ഇതിനോടൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ RSSന്റെ ഇത്തരം പാമ്പുകൾക്കുമൊക്കെ വലിയ രീതിയിൽ തന്നെ ഊർജം ഈ സർക്കാർ നൽകുന്നുണ്ടോ എന്ന് പലപ്പോഴും പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തോന്നിപ്പോവുകയാണ് എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഈ സത്യത്തിൽ ഈ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ 3 BJP MLA-മാരെ വെച്ചുകൊണ്ട് BJP ആണ് ഭരിക്കുന്നതെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞാലും തെറ്റു പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? PM ശ്രീ അത് നടപ്പിലാക്കാൻ നമ്മളിപ്പോ വല്ലാത്ത രീതിയിൽ നിർബന്ധിതരായിരിക്കുകയാണെന്നല്ലേ VD സതീശൻ നുണ പറഞ്ഞത്? എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സഭയില് JB മേത്ര അടക്കമുള്ള ആളുകൾ എന്താണ് ഇതിന്റെ സംഭവം എന്നതിനെ പറ്റി ചോദ്യം ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? അതായത് കഴിഞ്ഞ സർക്കാർ ഈ ഒരു PM ശ്രീയിൽ ഒപ്പിട്ടിട്ടില്ലെന്നും അതുമായി ബന്ധപ്പെട്ട് 5 പൈസ പോലും മേടിച്ചിട്ടില്ലെന്നും ഏതൊക്കെ സ്കൂളുകളെ ഇതുമായി ബന്ധപ്പെട്ട് പെടുത്തണമെന്നുള്ള ലിസ്റ്റ് പോലും തന്നിട്ടില്ലെന്നും കഴിഞ്ഞ സർക്കാർ മുഖം തിരിച്ച് നിൽക്കുകയായിരുന്നു PM ശ്രീക്കെതിരെ എന്നുള്ള വാർത്ത പുറത്തു വന്നു അല്ലെ? അങ്ങനെ VD സതീശൻ വെട്ടിലായി. മാത്രമല്ല ഒരു ചോദ്യം കൂടി ചോദിച്ചെന്നേ, ഈ പദ്ധതിയിൽ നിന്ന് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് വിട്ടുനിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും വിട്ടുനിൽക്കാൻ പറ്റുമെന്നും പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് പിന്നെ VD സതീശൻ നിർബന്ധിതരാകുന്നത്? അപ്പോ ഇവിടെ BJPയെ സുഖിപ്പിച്ചുകൊണ്ട്, BJPയെ വലിയ രീതിയിൽ തന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട്, BJPയുടെയും RSSന്റെയും ഇത്തരം വിഷവിത്തുകൾക്കെതിരെ യാതൊരു നടപടി സ്വീകരിക്കാതെയും ഒക്കെ ഒരു സർക്കാർ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത് നമ്മൾ കാണുകയാണ്. നോക്കൂ, പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തൊക്കെയാണ് ഈ VD സതീശൻ പറഞ്ഞിരുന്നത്? ഈ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് VD സതീശൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഇയാൾ മല മറയ്ക്കുന്നു അല്ലേ? ഇദ്ദേഹം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരു നിലപാട്, മുഖ്യമന്ത്രിയാകുമ്പോൾ മറ്റൊരു നിലപാട്. നിലപാടിന്റെ രാസകുമാരൻ എന്നൊക്കെ പറഞ്ഞു കിടന്ന യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പൊ മുഖത്ത് തലയിൽ തുണിയിട്ട് നടക്കുകയാണ്. കാരണം അത്രത്തോളം ഈ VD സതീശന്റെ നിലപാടുകൾ അല്ലെങ്കിൽ VD സതീശന്റെ നിലപാടില്ലായ്മ ഒക്കെ വലിയ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രതിസന്ധിയിലായിട്ടുള്ളത് ഇന്നലകളിൽ ഇദ്ദേഹത്തിന് വേണ്ടി ഗീർവാണം അടിച്ചിടുന്ന ആളുകളാണെന്നുള്ളതാണ്. ആരാണ് ശരിയെന്ന് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശശികലയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ TG മോഹൻദാസിനെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഇവർ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ സർക്കാർ ഈ പറയുന്നത് പോലെ ഇവർക്ക് തണലൊരുക്കുകയാണോ എന്ന് പോലും സംശയം തോന്നിപ്പോവുകയാണ്. അല്ലെങ്കിൽ പിടിച്ചകത്തിട്ട് ഒരു മാതൃകയാക്കുമല്ലോ. ഇത്രയും സ്ത്രീകളെ, ഈ 4 സ്ത്രീകളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സമൂഹ മാധ്യമങ്ങളിലൂടെ വലിച്ച് ഇങ്ങനെ കീറാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് വലിയ വാർത്തയാകുന്നുണ്ട്, വലിയ രീതിയിൽ തന്നെ ഇത് ചർച്ചയാകുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും പരാതി കൊടുക്കുമ്പോൾ ഇത്രയധികം ഈ ഒരു വല്ലാത്ത രീതിയിലുള്ള വിഷം തുപ്പിയ ഈ പാമ്പിനെ പിടിച്ച് അകത്തിടുകയല്ലേ വേണ്ടത്? പക്ഷെ ഇട്ടോ? ഇല്ല. ഇപ്പോഴും ശശികല ഫേസ്ബുക്കിലിട്ട് ഇരുന്ന് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു. TG മോഹൻദാസ് യൂട്യൂബിൽ ഇരുന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തായാലും ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോലീസ് എന്തൊക്കെ നിലപാടുകളും നടപടികളും സ്വീകരിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി ജനങ്ങൾ നോക്കിയിരിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ച് പരിമിതികളുണ്ട്. എന്താണെന്നറിയോ? സർക്കാർ പറയുന്നത് കേട്ടല്ലേ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയൂ? പോലീസിന് സ്വമേധയാ പല കാര്യങ്ങളും തീരുമാനിക്കാൻ കഴിയുമോ? അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താകട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.